നമസ്കാരം. ദിലീപ് കാവ്യമാധവൻ ദമ്പതികളുടെ വിശേഷങ്ങൾക്ക് എന്നും ആരാധകർ ഏറെയുണ്ട്. മുൻകാലങ്ങളിൽ സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടാണ് കയ്യടി നേടിയതെങ്കിൽ ഇന്ന് ഇവരുടെ സന്തുഷ്ടകരമായ കുടുംബജീവിതം നയിച്ചുകൊണ്ടാണ് ആരാധകരുടെ ഇഷ്ടം നേടിയെടുക്കുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായെങ്കിലും ഇന്നും പുതുമോടികളെ പോലെയാണ് ചിത്രങ്ങൾ ഇരുവരും നിറയാറുന്നത്. ഇരുവരും ഒന്നിച്ചെത്തിയ ഒട്ടുമിക്ക എല്ലാ സിനിമകളും വിജയമായിരുന്നു. സ്ക്രീനിൽ കൂടുതൽ പ്രണയരംഗങ്ങളിലൊപ്പം അഭിനയിച്ച ആ വ്യക്തി തന്നെ ജീവിതത്തിലും ഒരുമിച്ചപ്പോൾ അത് ദൈവനിയോഗം എന്നേ പറയേണ്ടു. പലകുറി ദിലീപിനെ ചേർത്തുള്ള ഗോസിപ്പുകൾ വന്നെങ്കിലും ഒരിക്കലും തങ്ങളിടയിൽ അങ്ങനെ ഒരു ബന്ധമില്ലെന്ന് കാവ്യ ആവർത്തിച്ചിട്ടുണ്ട്. ഇന്നും സിനിമാ പ്രേമികളുടെ ഇഷ്ട ജോഡികളാണ് കാവ്യമാധവൻ ദിലീപ് കോംബോ. തീർത്തും സിനിമാ കഥ പോലെ ഇരുവരും ജീവിതത്തിൽ ഒരുമിച്ചപ്പോൾ അവരുടെ ആരാധകർക്ക് അത് ആഘോഷമായിരുന്നു. സുഹൃത്തുക്കളോട് പോലും പറയാതെ അതീവ രഹസ്യമാക്കി വെച്ച വിവാഹത്തിന്റെ ലൈവ് വീഡിയോ വന്നപ്പോഴാണ് പലർക്കും അത് വിശ്വസനീയമായത്. മേനക സുരേഷ് ഒരു സിനിമയുടെ പൂജയ്ക്ക് എന്ന് പറഞ്ഞാണ് ഭർത്താവും നിർമ്മാതാവുമായ സുരേഷ് കുമാറിന്റെ കൂടെ വരുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിക്കുന്ന മേനകയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാനൊരു 8 മണിക്ക് ശേഷമാണ് അറിയുന്നത്. സുരേഷ് ചേട്ടന്റെ കൂടെ വന്നു എന്നല്ലാതെ വിവരമൊന്നും അറിഞ്ഞില്ല. സിനിമയുടെ പൂജയ്ക്ക് അമ്പലത്തിലേക്ക് എന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചുകൊണ്ട് വന്നത്. എന്നിട്ട് ഇന്ന് രാവിലെയാണ് പറയുന്നത് ഇതാണ് സംഭവമെന്ന്. ചേട്ടൻ ഇന്നലെ തന്നെ അറിഞ്ഞു കാണുമായിരിക്കും. പക്ഷേ ഞാൻ ഇന്ന് രാവിലെയാണ് അറിയുന്നത്. ഒരുപക്ഷെ ഇനി ഞാൻ ആരോടെങ്കിലും പറയുമോ എന്ന ഭയം കൊണ്ടാണോ എന്നോട് പറയാഞ്ഞത് എന്ന് തോന്നുന്നു. എന്റെ മനസ്സിൽ ഒന്നും നിൽക്കില്ല. ഞാൻ എന്റെ കൂട്ടുകാരോട് പറയും എന്ന് ഓർത്ത് കാണും പുള്ളി. എന്തുകൊണ്ടാണ് പൂജയ്ക്ക് വിളിക്കുന്ന ആളുകൾ വണ്ടി വിട്ടുതരാത്തത് എന്ന് പറഞ്ഞ് കലപില ഞാൻ പറയുകയും ചെയ്തു. എന്നാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞപ്പോൾ ചിപ്പിയും രഞ്ജിത്തും കൂട്ടാൻ വരുമെന്ന് പറഞ്ഞു. പുറപ്പെടും മുൻപേ ഉള്ള അരമണിക്കൂറിലാണ് ഞാൻ വിവരങ്ങൾ അറിഞ്ഞത്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇതേക്കുറിച്ച് പലവട്ടം പല റൂമറുകൾ വന്നതാണ്. അതിനൊരു ഫുൾ സ്റ്റോപ്പായി. അത് വളരെ വലിയ കാര്യമാണ്. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം വേണ്ടേ? ഇത് വളരെ നല്ല തീരുമാനം എന്ന് ഞാൻ പറയും. ഒരു സ്ത്രീയും പുരുഷനും വിവാഹം കഴിക്കുന്നു എന്നതിലുപരി ഒരു അച്ഛനും അമ്മയും വിവാഹം കഴിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു സിറ്റുവേഷനാണ് ഈ കാര്യത്തിൽ നടന്നത്. അത് നല്ലതാണെന്നും മേനക കൂട്ടിച്ചേർത്തു. കല്യാണം ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നു. എന്നാകും എന്ന് അറിയില്ല എന്ന് സലീം കുമാർ പറഞ്ഞപ്പോൾ തന്റെ മീനുവിനെ മാംഗല്യവതിയായി കണ്ട സന്തോഷമായിരുന്നു സുജ കാർത്തികയുടെ വാക്കുകളിൽ. നല്ല തീരുമാനം തന്നെയാണ് വിവാഹം. കാരണം അവർ രണ്ടുപേരെയും ജീവിതത്തിൽ മറ്റാരെ വിവാഹം കഴിച്ചാലും ഇതേ വിവാദം ആവർത്തിക്കും. അതിലും നല്ലത് ഇരുവരും ജീവിതത്തിൽ ഒരുമിച്ചാകുന്നത് അല്ലേ എന്നാണ് സുജ പറഞ്ഞത്. അതേസമയം കാവ്യമാധവന്റെ അടുത്ത സുഹൃത്തുക്കൾ ഒരാളാണ് സുജ കാർത്തിക. അഭിനയത്തിൽ സജീവമല്ലെങ്കിലും സുജ കാർത്തികയുടെ വിശേഷങ്ങളെല്ലാം ആരാധകർ അറിയുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ സജീവമാണ് നടി. സിനിമയിൽ നിന്നും ഇടവേള എടുത്ത് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനെക്കുറിച്ചും പ്രണയവിവാഹത്തെക്കുറിച്ചുമെല്ലാം പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം താരമെത്തിയത്. സിനിമയിൽ അഭിനയിക്കുന്നില്ലെങ്കിലും പുതിയ ചിത്രങ്ങളെല്ലാം കാണാറുണ്ടെന്ന് താരം പറയുന്നുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ താൻ കാവ്യയ്ക്കൊപ്പമായിരുന്നുവെന്ന് നടി പറയുന്നുണ്ട്. മീനു എന്നാണ് ഞങ്ങളെല്ലാം അവളെ വിളിക്കുന്നതെന്നും സുജ കാർത്തിക പറഞ്ഞിരുന്നു. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടെയായിരുന്നു സുജ കാർത്തിക കാവ്യമാധവനെ കുറിച്ച് വാചാലിയായത്. ദിലീപ് ഏട്ടനെ പോലെയാണ്. അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയായിരിക്കുമെന്നും താരം പറയുന്നു. കാവ്യമാധവനും ദിലീപും നായികാനായകന്മാരെത്തിയ റൺവേയിൽ ദിലീപിന്റെ സഹോദരിയെ അവതരിപ്പിച്ചത് സുജ കാർത്തികയായിരുന്നു. ജോഷി സംവിധാനം ചെയ്ത സിനിമയ്ക്ക് 2ാം ഭാഗം ഒരുങ്ങുന്നുവെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇടക്കാലത്ത് പ്രവചിച്ചിരുന്നു. വാളയാർ പരമശിവം വീണ്ടും എത്തുമ്പോൾ ആ ചിത്രത്തിൽ താനും അഭിനയിക്കുന്നുണ്ടോ എന്ന് കുറെ പേർ ചോദിച്ചിരുന്നുവെന്നും സുജ കാർത്തിക പറഞ്ഞിരുന്നു. സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ലെന്നുള്ള മറുപടിയായിരുന്നു താരം ആരാധകർക്ക് നൽകിയത്. അതേസമയം ദിലീപ്, ജയസൂര്യ, കാവ്യമാധവൻ, കലാഭവൻ മണി, ജയറാം, സലീം കുമാർ ഇവരോടൊപ്പമുള്ള അനുഭവങ്ങളും താരം പങ്കുവയ്ക്കാറുണ്ട്. സീരിയൽ കണ്ടാണ് രാജസേനൻ സാർ എന്നെ തിരഞ്ഞെടുത്തത്. ദിലീപും കാവ്യമാധവനുമായുള്ള സൗഹൃദത്തെക്കുറിച്ചും സുജ കാർത്തിക പറഞ്ഞിരുന്നു. കാവ്യമാധവൻ എന്റെ അടുത്ത കൂട്ടുകാരിയാണ്. പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ അവളെ സപ്പോർട്ട് ചെയ്തിരുന്നു. ദിലീപേട്ടൻ എന്റെ ഏട്ടനാണ്. അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയായിരിക്കുമെന്നായിരുന്നു സുജ കാർത്തിക പറഞ്ഞത്. ഇവരുടെ ജീവിതത്തിലെ വിശേഷങ്ങളിലും ആഘോഷങ്ങളിലും എല്ലാം സുജ കാർത്തികയും പങ്കെടുത്തിരുന്നു. കാവ്യമാധവൻ ആദ്യമായി കണ്ടതിനെക്കുറിച്ചും സുജ കാർത്തിക സംസാരിച്ചു. 2001 അമ്മയുടെ യോഗത്തിനിടയിൽ വെച്ചായിരുന്നു കാവ്യ ആദ്യമായി കണ്ടതെന്നായിരുന്നു നടിയുടെ മറുപടി. സുഹൃത്തുക്കളായി മാറി ഞങ്ങൾ പിന്നീട് ആ സൗഹൃദം അതേപോലെ നിലനിർത്തുകയായിരുന്നുവെന്നും സുജ കാർത്തിക പറഞ്ഞിരുന്നു. കാവ്യയുടെയും ദിലീപിന്റെയും മകളായ മഹാലക്ഷ്മിയെ കണ്ടിരുന്നോ എന്നും പ്രേക്ഷകർ ചോദിച്ചിരുന്നു. ഒന്നിച്ചുള്ള ചിത്രമായിരുന്നു മറുപടിയായി നൽകിയത്. കാവ്യമാധവൻ ാണ് സിനിമയിലെ ഏറ്റവും അടുത്ത സുഹൃത്തെന്നും നടി പ്രേക്ഷകരോടുള്ള മറുപടിയായി പറഞ്ഞു. എന്തൊക്കെ പ്രശ്നം വന്നാലും താൻ ദിലീപിന്റെ കുടുംബത്തിനൊപ്പം നിൽക്കുമെന്ന് നടി പറയുന്നുണ്ട്. മാത്രമല്ല ദിലീപ് തനിക്ക് ഏട്ടനെ പോലെയാണെന്നും സുജ പറഞ്ഞു. ദിലീപ് ഏട്ടൻ എന്റെ ഏട്ടനാണ്. അന്നും ഇന്നും അങ്ങനെ തന്നെയായിരിക്കുമെന്നും മുൻപ് സുജ പറഞ്ഞിട്ടുണ്ട്. മഹാലക്ഷ്മിയുടെ 1ാം പിറന്നാളാഘോഷത്തിൽ സുജയും പങ്കെടുത്തിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെയായി കാവ്യയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളും താരം പോസ്റ്റ് ചെയ്യാറുണ്ട്. മീനാക്ഷിക്കൊപ്പമുള്ള ചിത്രങ്ങളും നേരത്തെ സുജ പങ്കുവച്ചിട്ടുണ്ട്. വിശേഷാവസരങ്ങളിലെല്ലാം കാവ്യയ്ക്കും കുടുംബത്തിനും ആശംസ അറിയിച്ച് സുജ എത്താറുമുണ്ട്. സിനിമയിൽ നിന്നും ഇടവേളെടുത്ത സമയത്ത് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു സുജ കാർത്തിക. ദിലീപിന്റെ സഹോദരിയായാണ് റൺവേയിൽ സുജ കാർത്തിക വേഷമിട്ടത്. അമ്പിളി എന്നായിരുന്നു കഥാപാത്രത്തിന്റെ പേര്. ഇത് റൺവേയിലെ അമ്പിളിയല്ലെന്ന് കുട്ടികൾ വരെ ചോദിക്കാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ അമ്പിളി ദേവിയുമായി സൗമ്യമുണ്ടെന്നും ആളുകൾ പറയാറുണ്ടായിരുന്നു.
സമയം എന്ന സീരിയലിലൂടെയായിരുന്നു അമ്പിളിദേവി വന്നത്. അതേ സമയത്ത് വന്ന സ്വരരാഗത്തിലൂടെയായിരുന്നു ഞാൻ വന്നത്. അങ്ങനെയാണ് ആളുകൾക്ക് കൺഫ്യൂഷൻ തോന്നിയതെന്നും മുൻപൊരു അഭിമുഖത്തിൽ സുജയ കാർത്തിക പറഞ്ഞിരുന്നു. നേരത്തെ ദിലീപിന്റെയും കാവ്യയുടെയും വിവാഹത്തെക്കുറിച്ച് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ണി PS പറഞ്ഞ കാര്യങ്ങളും വൈറലായിരുന്നു. മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നതിലുപരിയായി കാവ്യയുടെ അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്നതുകൊണ്ട് വിവാഹകാര്യം താൻ കുറച്ചു നേരത്തെ അറിഞ്ഞിരുന്നെന്നാണ് ഉണ്ണി പറഞ്ഞത്. നടി വിവാഹം ചെയ്യാൻ പോകുന്നത് ദിലീപിനെയാണെന്നും അറിയാമായിരുന്നു. എന്നാൽ മേക്കപ്പ് ടീമിലെ മറ്റ് ആർട്ടിസ്റ്റുകൾക്കും കാവ്യയ്ക്ക് സാരി ഉടുപ്പിക്കാൻ വന്ന ഡ്രൈപ്പിംഗ് ആർട്ടിസ്റ്റിനും വിവാഹകാര്യം അറിയില്ലായിരുന്നു. വിവാഹത്തിന്റെ ഒരുക്കങ്ങൾക്കായി കൊച്ചിയിലെ കല്ലൂരിലുള്ള ഒരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്തത് ഉണ്ണി PS തന്നെയാണ്. അന്ന് എത്തിയ മേക്കപ്പ് ടീമും ഡ്രൈപ്പിംഗ് ആർട്ടിസ്റ്റ് ബെൻസിയും കാവ്യമാധവൻ ഏതോ സിനിമയ്ക്കുള്ള ഷൂട്ടിങ്ങിന് എത്തുന്നുവെന്നാണ് കരുതിയത്. സാരി ഉടുപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ചുരിദാർ ഇട്ടുള്ള സീനുകൾ എടുക്കുമ്പോഴേക്ക് ഞാൻ എത്താമെന്നാണ് ആദ്യം ബെൻസി പറഞ്ഞതെന്നും ഉണ്ണി ഓർക്കുന്നു. അത്രയും പഴുതടച്ചുള്ള പ്ലാനിംഗ് ആയിരുന്നു ദിലീപിന്റെയും കാവ്യയുടെയും വിവാഹത്തിനായി നടത്തിയത്. കല്യാണ ദിവസം നല്ല ടെൻഷനായിരുന്നു. കാവ്യയും ദിലീപേട്ടനുമായുള്ള കല്യാണമാണ്. ഞാനാണ് ആദ്യം പോയി റൂം എടുക്കുന്നത്. എന്റെ സ്റ്റാഫുകൾക്കൊന്നും കല്യാണമാണെന്ന് അറിയില്ലായിരുന്നു. ഷൂട്ടാണെന്നാണ് ഞാൻ പറഞ്ഞത്. കാവ്യയുടെ ബന്ധുക്കൾ പുറത്ത് നിൽക്കുന്നുണ്ട്. അവരെ കണ്ട് സ്റ്റാഫുകൾ വിചാരിച്ചത് ജൂനിയർ ആർട്ടിസ്റ്റുകളാണെന്നാണ്. അടുത്ത മേക്കപ്പ് ഇപ്പോൾ വേണ്ട, മെയിൻ ആർട്ടിസ്റ്റ് ചെയ്തിട്ട് മതിയെന്ന് പറഞ്ഞ് അവരെ പുറത്തേക്ക് നിർത്താൻ നോക്കി. അത് കഴിഞ്ഞ് ദിലീപേട്ടൻ മാലയും ബൊക്കയുമായി വന്നു. അപ്പോൾ ഞാൻ പറയട്ടെ എന്ന് കാവ്യ ചോദിച്ചു. അങ്ങനെ പറഞ്ഞു. എല്ലാവർക്കും ഭയങ്കര ഷോക്കായിരുന്നു അത്. സാരി ഉടുപ്പിക്കാൻ ഇൻഡസ്ട്രിയിലുള്ള ബെൻസി ചേച്ചിയെയാണ് ഏൽപ്പിച്ചിരുന്നത്. ഷൂട്ടാണെന്ന് കരുതി അവർ ആദ്യം സൽവാർ ഇട്ട് ഷൂട്ട് ചെയ്തു. ഉച്ചയാകുമ്പോഴേക്ക് എത്തിക്കോളാമെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരി വന്നില്ല. പിന്നെയാണ് കല്യാണമാണെന്ന് അവർ അറിയുന്നതെന്നുമാണ് ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ ഉണ്ണി PS പറഞ്ഞത്. 2016 നവംബർ 25-നായിരുന്നു കാവ്യയുടെയും ദിലീപിന്റെയും വിവാഹം. വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ മാത്രമാണ് വിവാഹിതരാകാൻ പോകുന്നുവെന്ന വിവരം പുറത്തുവന്നത്. ഒന്നിച്ച് അഭിനയിച്ചിരുന്ന കാലം മുതൽ ദിലീപ് കാവ്യ ബന്ധം വലിയ ഗോസിപ്പായി നിലനിന്നിരുന്നെങ്കിലും തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം. സിനിമയിൽ പ്രേക്ഷകർ കണ്ട അതേ കെമിസ്ട്രി ജീവിതത്തിലും നിലനിർത്തി മുന്നേറുകയാണ് താരങ്ങളിപ്പോൾ. തന്റെ മകൾ മീനാക്ഷിയാണ് തന്നെ വീണ്ടും വിവാഹിതനാവാൻ നിർബന്ധിച്ചതെന്ന് അന്ന് ദിലീപ് വെളിപ്പെടുത്തിയിരുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും നടുവിൽ നടനൊപ്പം ഉറച്ചു നിൽക്കുകയായിരുന്നു മകൾ. കാവ്യമാധവനെ കല്യാണം കഴിക്കാൻ അച്ഛനെ ഏറ്റവും നിർബന്ധിച്ചത് താനാണെന്നും ഈ ബന്ധത്തിന് തന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടെന്നും അന്ന് സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്ന മീനാക്ഷി വെളിപ്പെടുത്തിയിരുന്നു. മകളോടൊപ്പം ദിലീപും കാവ്യമാധവനും മാധ്യമങ്ങൾക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്യുകയും ആ ചിത്രങ്ങൾ അന്ന് വൈറലാവുകയും ചെയ്തിരുന്നു. വിവാഹശേഷം മാധ്യമങ്ങളെ കണ്ട ദിലീപ് വളരെയേറെ സിനിമകൾ തന്റെ നായികയായി എത്തിയ കാവ്യയെ തന്നെ ഭാര്യയാക്കാനുള്ള തീരുമാനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു. വളരെ പെട്ടെന്നാണ് ഈ തീരുമാനം എടുത്തതെന്നും എത്തിയ അതിഥികളിൽ പലരെയും ക്ഷണിച്ചത് വിവാഹ തലേന്ന് ഫോണിലാണെന്നും പ്രമുഖ നടൻ വെളിപ്പെടുത്തി. ഈ വിവാഹം ഏറ്റവും ആഗ്രഹിച്ചത് തന്റെ മകൾ മീനാക്ഷിയാണെന്നും അന്ന് ദിലീപ് പറഞ്ഞിരുന്നു. എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. എന്നാൽ അതിനൊന്നും കാരണം കാവ്യയായിരുന്നില്ല. അതുകൊണ്ട് എന്റെ പേരിൽ ബലിയാടാക്കപ്പെട്ട പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിച്ചുവെന്നുമാണ് ദിലീപ് വെളിപ്പെടുത്തിയിരുന്നത്. ഞാൻ എന്റെ മകളോടും അമ്മയോടും സഹോദരനോടും സംസാരിച്ചു. അവരെല്ലാം പിന്തുണ നൽകി. ഞാനും കാവ്യയും എന്റെ മകൾ മീനാക്ഷിയുടെയും എന്റെ അമ്മയോടൊപ്പം സന്തോഷകരവും സമാധാനപരവുമായ ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും നടൻ കൂട്ടിച്ചേർത്തു. You're watching me on metromatney.com. On metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.